സലാമയുടെ സ്റ്റാഫാ? ഹായ് ഗായ്സ്, ഞങ്ങൾ ഇന്ന് ജംഷിക്കൻ്റെ കമ്പനീൻ്റെ വകയുള്ളൊരു 3 days കേരള ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് ചെല്ലാമെന്ന്. കുക്കിങ്ങിലാ ടൈം Calico disarmed aircraft check. എടുക്കാം. പച്ചയും പച്ചയൊക്കെ ഇട്ട് സലാമയുടെ സ്റ്റാഫാ? അങ്ങനെ നേരെ ഞങ്ങൾ ജംഷിക്കൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ നല്ല ആടിൻ്റെ തലയും പത്തിരി. നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് പൊളിയാ. വന്ന് കുറച്ച് നേരം ജസ്റ്റ് ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് ഒന്ന് നേരം വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പോൾ സമയം 7 മണിയായി. ഇപ്പോൾ പോകുന്നത് ജംഷിക്കാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ്. മക്കളൊക്കെ എണീക്കാനൊക്കെ ആണേ എത്തും. നമുക്ക് പോയി ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ 10-15 മിനിറ്റ് ഞങ്ങൾ വല്ല വിളിച്ചു നോക്കിയാൽ അവിടെ എല്ലാം തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുക. കുറേ കാലമായി ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിട്ടില്ലേ നമ്മൾ. ഇപ്പം നമ്മൾ വന്നത് ഫൈസ് മാമൻ്റെ അടുത്തേക്കാട്ടോ, ഇന്നൂൻ്റെ. ആരും കണ്ടില്ല. ഈ ആരോട് പറയരുത്. ആരും അതിനെ ഫസ്റ്റ് ഇങ്ങനെ കാണുന്നത്. വരുന്ന സമയം കണ്ടിക്കുമ്പോ തട്ടൊന്നുമില്ല. പിന്നെ ഉപ്പൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഉപ്പ അവിടെ ഇല്ല. അങ്ങനെ അത് ഫ്ലോപ്പായി. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. ഓല് ഇവിടെ എത്തിക്കുന്നുള്ള ന്യൂസ് കിട്ടി. എന്താണ് പിന്നെ നുനൂച്ച് സ്കൂൾ വിട്ട് വരുന്ന ടൈം നോക്കി അങ്ങോട്ട് പോയി. ഇന്ന് പിഞ്ചു ലീവായതുകൊണ്ട് ഓളുണ്ട് ഇവിടെ. അപ്പോൾ മെല്ലെ പോയി നോക്കാം. അങ്ങനെ എന്നോന് സർപ്രൈസ് എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഫൈസ് മാമനും പിഞ്ചും കൂടി ഓളെ ചെറുത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
എന്നുവെച്ച് ഞങ്ങൾ വിചാരിച്ച് ഓളെന്തെങ്കിലും ആക്കുമെന്ന്. പക്ഷേ ഓൾ ഞങ്ങൾക്ക് കറക്റ്റ് നല്ലോണം നിന്നൊക്കെ തന്ന്. അങ്ങോട്ടല്ലേ? എത്ര നേരമായി ഒളിച്ചിരിക്കുന്നത്? ഇനി ഉറങ്ങിയല്ലേ? എന്റെ ഘട്ടത്തിന് വൃത്തിയിലായിക്കോട്ടെ. എന്റെ കട്ടുമ്പോ നൈഞ്ഞെത്തി എന്റെ ഇച്ചിരി വൃത്തിയിൽ ഞാൻ വളരെ എക്സ്പ്രഷൻ ഉണ്ടോ ഇപ്പട്ടോ? നേരത്തെ എന്താ പറയാ, ഉറക്കത്ത് ഇങ്ങനെ എണീച്ചിട്ട് രണ്ട് ചൊറിയല. അയ്യോ ഹാപ്പി ബർത്ത്ഡേ ടു യു.